ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഞാൻ പറയാൻ പോണേ കേട്ടോ. അങ്ങനെ നമ്മുടെ ഋതു ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നേഴ്സ് ഋതുവിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾക്ക് നാളെ വരാൻ പറ്റുമോ ഹോസ്പിറ്റലിലേക്ക്, നാളെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയാണ്. ശരി ചേച്ചി, ഞാൻ നാളെ തന്നെ വരാം. പിന്നെ ചേച്ചി ഇടക്കിടക്ക് ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ, എന്റെ വീട്ടുകാർക്ക് ചെറിയ സംശയവും കാര്യങ്ങളുണ്ട്. ആണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല, മോളെന്തിനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ശരി ചേച്ചി, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഋതു ഫോം വെക്കാണ്. ആ സമയത്താണ് നമ്മുടെ പല്ലവിയും സേതും കൂടി ചേർന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് റെയിൽവേ ട്രാക്ക് കടന്നിട്ട് വേണം വീട്ടിലേക്ക് വരാൻ കേട്ടോ. അപ്പൊ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ കടക്കണ സമയത്ത് ഇവരൊരാള് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ പോണ പോലെ ഇങ്ങനെ കാണുകയാണ്. അയ്യോ സേതുവേട്ടാ നോക്കിക്കേ, ട്രെയിൻ വരാൻ സമയമായി, ആരോ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്, ദൂരെ നോക്കിക്കേ എന്ന് പറയുമ്പോ സേതു പറഞ്ഞിട്ട്, ശരിയാണല്ലോ ഈശ്വര, ട്രെയിൻ വരാൻ സമയമായല്ലോ പല്ലവി എന്ന് പറയാണ്. സാരില്ല സേതുവേട്ടാ, ദേ നമുക്ക് പെട്ടെന്ന് അയാളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് സേതുവും പല്ലവിയും കൂടി കാറിൽ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങും കേട്ടോ. നേരെ നമ്മുടെ ഇന്ദ്രന്റെ അടുത്തേക്കാ പോണത്. അവരടുത്തെത്തുമ്പോഴാണ് അത് ഇന്ദ്രനാണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പൊ ഇന്ദ്ര എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രൻ വേറെ ഏതോ ലോകത്താണ്. എന്നെ വിട്, എനിക്ക് ചാവണം എന്നൊക്കെയാണ് ഇന്ദ്രൻ പറയുന്നത്. ആ സമയത്ത് സേതു ആണെങ്കിൽ ഒറ്റ അടി വെച്ച് മുഖത്ത് കൊടുക്കുകയാണ് ഇന്ദ്രന്റെ. എന്നിട്ട് ആ ട്രെയിൻ വരുന്ന ആ ഒരു സെക്കൻഡിലാണ് സേതുവും പല്ലവിയും കൂടി ഇന്ദ്രനെ അതിൽ നിന്ന് പിടിച്ച് മാറ്റുന്നത് കേട്ടോ. അപ്പോഴും ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ എന്തിനാ ജീവിക്കണത്, ഞാൻ ചെയ്യാത്ത തെറ്റിനെല്ലാം എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താണ്, ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണത്, എനിക്ക് ചത്താ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ ഭയങ്കര ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ പല്ലവി എടുത്ത് സേതു പറഞ്ഞിട്ട്, പല്ലവി ഇവൻ ഇവിടെ ഇപ്പിട്ടേച്ചും പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. അതേ സേതുവേട്ടാ, നമുക്ക് ഇന്ദ്രനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയാലോ, അവിടെ ഋതു, അതൊന്നും സാരമില്ല, ഇവൻ ഇപ്പൊ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ട്രെയിനിന്റെ മുമ്പിലാണ് തല വെക്കാൻ പോയത്, അല്ലെങ്കിൽ വല്ല പാണ്ടിലോർക്കും തല വെക്കും. സേതുവേട്ടൻ എന്തായാലും പിടിക്ക്, കാറിലേക്ക് കയറ്റാം എന്ന് പറഞ്ഞിട്ട് സേതുവും പല്ലവിയും കൂടി കാറിലേക്ക് കയറ്റാണ് നമ്മുടെ ഇന്ദ്രൻ കേട്ടോ. ശേഷം നേരെ പൊന്നുമടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സേതുയുടെ വണ്ടി വരുമ്പോ തന്നെ അച്ചു പറയണ്ട, അമ്മേ ദേ സേതുവേട്ടനും പല്ലവി ചേച്ചി എത്തി എന്ന് പറഞ്ഞിട്ട് അവര് വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ കാണുന്ന കാഴ്ച സേതുവും പല്ലവിയും ഇറങ്ങുകയാണ്. തൊട്ടു പിന്നാലെ പുറകേല ഡോറ് തുറക്കാണേ. ഇവരുടെ കൂടെ ആരും ഉണ്ടെന്ന് തോന്നണല്ലോ എന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമ ഇങ്ങനെ നോക്കുമ്പോ അത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്ദ്രനാണ് കേട്ടോ. ഇന്ദ്രനെ ഇങ്ങനെ പിടിച്ച് സേതുവും പല്ലവിയും കൂടി അകത്തേക്ക് കയറ്റാണ്. അത് കാണുമ്പോഴേക്കും നമ്മുടെ അച്ചു വേണ്ട, അയ്യേ ഇയാളെന്തിനെ സേതുവേട്ടൻ കൊണ്ടുവന്നത്, പല്ലവി ചേച്ചി ഇയാൾ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മോളെ എല്ലാം പറയാം, നിങ്ങൾ എല്ലാവരും ക്ഷമയോടെ നിൽക്ക് എന്ന് പറയാണ്. ഋതു എവിടെയും ചോദിക്കുമ്പോ അവള് റൂമിലുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഋതുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ പല്ലവിയും അതുപോലെ തന്നെ സേതുവും കൂടി ഇന്ദ്രനാട്ടോ. ഋതു ആ സമയത്ത് ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ വേഗം തന്നെ ബെഡിലേക്ക് വീഴാണ്. അയ്യേ ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, സേതുവേട്ടൻ വട്ടായോ, പല്ലവി എന്താ ഇത്, എന്തിനാ ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മോളെ എല്ലാം ഞാൻ പറയാം, വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട, ഇയാളെ പുറത്താക്ക്, എനിക്ക് ഇയാളെ കാണണ്ട, ഇയാൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞേന്നറിയാവോ, മോളെ ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്, നോക്ക് ഇയാളെ പുറത്താക്കില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് പല്ലവി ഋതുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഋതുവിനെ കെട്ടിപ്പിടിച്ച് പറയണ്ട, മോളെ നീ ഒന്ന് അടങ്ങ്, നോക്ക് ഇന്ദ്രനെ ഇപ്പൊ പുറത്തു വിടാൻ പറ്റില്ല, അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു, നിനക്കറിയാവോ, ഞാനും സേതുവേട്ടനും കൂടി വരുന്ന വഴിക്ക് കണ്ട കാഴ്ച എന്താണെന്ന്. ഇന്ദ്രൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽവേ ട്രാക്കിൽ നിൽക്കുമായിരുന്നു, ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ഇന്ദ്രൻ ഇപ്പൊ മരിച്ചാനെ, ഇന്ദ്രൻ മരിച്ച എന്ത് സംഭവിക്കായിരുന്നു, ഒന്നും സംഭവിക്കില്ല എന്ന് ഋതു പറയാണ്. അപ്പൊ പല്ലവി പണ്ട്, എടി ഇന്ദ്രൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിന്റെ അച്ഛനും കൂടിയാ മരിക്കണത്, അത് നീ എന്താ ആലോചിക്കാത്തത്, എനിക്ക് വേണ്ട, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ, അങ്ങനത്തെ ഒരു അച്ഛൻ എനിക്ക് വേണ്ട, അവനോട് പോവാൻ പറ പല്ലവി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഋതുവിനെ സമാധാനിപ്പിക്കുകയാണ് പല്ലവി. പക്ഷെ ഋതു സമാധാനപ്പെടുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ സേതു അമ്മയടുത്തും അതുപോലെ തന്നെ പൂർണ്ണിമയടുത്തും അച്ചുവിനോടും ഹരിയെടുത്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് അവനെ അവിടെ റെയിൽവേ ട്രാക്കിൽ കളഞ്ഞിട്ട് വരാ, അമ്മ തന്നെ പറ എന്ന് പറയുമ്പോ, നീ പറഞ്ഞത് ശരിയാ മോനെ, പക്ഷെ അവൻ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എന്തിനാ നീ ഇവിടെ കൊണ്ടുവന്നത്, അവന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ലേ. അപ്പൊ പല്ലവി പറയുന്നുണ്ട്, അമ്മേ വീട്ടിൽ ഞാൻ വിളിച്ചിരുന്നു പാറൂന, അവിടെ അതിനേക്കാളും വലിയ പ്രശ്നമാണ്, രാജലക്ഷ്മി ഇന്ദ്രനെ കുറെ ദിവസങ്ങളായിട്ട് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരും അറിയാതെയാണ് ഇന്ദ്രൻ വീട്ടിലേക്ക് കയറിയത്. പാറുക്ക് ഷോക്ക് അടിച്ചപ്പോ ഇന്ദ്രൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി, പക്ഷെ അത് കണ്ടുവന്ന അച്ഛനും രാജലക്ഷ്മിയും അതെല്ലാവരും ഇന്ദ്രനെ തെറ്റിദ്ധരിച്ച് അടിച്ചു പുറത്താക്കുമായിരുന്നു. പാറു പറഞ്ഞു ഇന്ദ്രന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടെന്ന്. എന്തായാലും രാജലക്ഷ്മി അമ്മ അവിടെ കേട്ടില്ല, ഇന്ദ്രൻ ചത്താലും കുഴപ്പമില്ല,
കേറ്റില്ലെന്ന് പറഞ്ഞൊരു വാശി പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഇന്ദ്രനെ എവിടെയാമേ കൊണ്ടിടേണ്ടത് എന്ന് പറയാണ്. ശരി, എന്തായാലും അവന് ഋതുവിന്റെ റൂമിൽ കിടത്തണ്ട, മുകളിലത്തെ വല്ല റൂമും കൊടുത്താൽ മതി എന്ന് പൂർണിമ പറയാണ്. രാവിലെ തന്നെ ഇന്ദ്രൻ പിന്നെ കണ്ണു തുറക്കണ ഇന്ദ്രൻ രാവിലെ ആയിട്ട് അത്രമാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. രാവിലെ കണ്ണു തുറക്കുമ്പോഴേക്കും ഇന്ദ്രൻ കാണുന്ന കാഴ്ച നമ്മുടെ ഋതു നിലത്ത് നിൽക്കാട്ടോ. വേഗം തന്നെ ഇന്ദ്രൻ ഋതുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഋതു ഇന്ദ്രനെ കാണുമ്പോൾ തന്നെ തിരിഞ്ഞു നിൽക്കാണ്. പക്ഷെ ഇന്ദ്രൻ നോക്കണത് ഋതുവിനെ അല്ല, ഋതുവിന്റെ വയറാട്ടോ. അതായത് കുഞ്ഞ് കിടക്കുന്ന ആ ഒരു കുഞ്ഞു വയറ്, 5 മാസം ആയതുകൊണ്ട് തന്നെ വയറ് നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണാം. അപ്പൊ അതില് തന്റെ കുഞ്ഞുണ്ട്, അതായത് താൻ തന്നെയാണ് വയറ്റിൽ കിടക്കുന്നത്, തന്റെ ഒരു ജീവനാണ് അല്ലേ. അപ്പൊ ഇന്ദ്രൻ ആ വയറ്റിൽ ഇങ്ങനെ കുറച്ചുനേരം നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ഇന്ദ്രനൊരു ആഗ്രഹം, അത് 5 മാസം ആകുമ്പോഴേക്കും കുഞ്ഞിന്റെ അനക്കമൊക്കെ കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റുമെന്നല്ല എല്ലാവരും പറയണത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ആ കുഞ്ഞുണ്ടെന്നൊരു വിചാരം ഇന്ദ്രൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇന്ദ്രന് വലിയൊരു മാറ്റം വരെയാണ്. ഇന്ദ്രൻ പതുക്കെ ഋതുവിന്റെ വയറ്റിൽ കൈവച്ച് തൊട്ടു നോക്കാണ്. അതൊട്ടും തന്നെ ഋതുവിന് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്താ ഈ ചെയ്യണത്? അല്ല, കുഞ്ഞിന്റെ അനക്കം 5 മാസത്തിൽ അറിയാൻ പറ്റുമെന്നൊക്കെ അമ്മയും പാറും ഒക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കുഞ്ഞിന്റെ അനക്കം കേൾക്കാൻ പറ്റില്ലേ? അതെ, നിങ്ങളുടെ കൈ വെച്ചാലേ കുഞ്ഞ് അനങ്ങയല്ല, കുഞ്ഞ് ചത്തുപോകും വയറ്റിന്ന്. ഋതു, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കിപ്പോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുക. നിങ്ങൾക്കോ കുറ്റബോധം? നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടോ? ഇന്ദ്രൻ പറയുന്നതൊന്നു തന്നെ ഋതു കേൾക്കുന്നേ ഇല്ലട്ടോ. ഋതു എന്തൊക്കെയോ പറയുന്നു, ഇന്ദ്രൻ എന്തൊക്കെയോ പറയണു. പക്ഷെ ഇവരുടെ സംസാരം എല്ലാം തന്നെ പല്ലവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പല്ലവിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ദ്രന് നല്ലൊരു മാറ്റമുണ്ട്. പല്ലവി അത് സേതുവിനോട് പറയുന്നുണ്ട്. സേതുവേട്ടാ, ഇന്ദ്രന് നല്ല എന്തോ ഒരു മാറ്റം പോലെയാ എനിക്ക് തോന്നുന്നത്. നിനക്ക് മാത്രമല്ല പല്ലവി, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എല്ലാം നല്ലതിനായിരിക്കും അല്ലേ പല്ലവി എന്ന് ചോദിക്കുമ്പോ അതെ എന്ന് പറയാണ്. പക്ഷെ ഋതു അപ്പോഴൊന്നും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. ഇന്ദ്രനാണെങ്കിൽ രാവിലെ ആകെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. സേതു പറയുന്നുണ്ട്, ഹലോ, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ നിങ്ങളോട് ചെയ്ത ക്രൂരതകളൊക്കെ ആലോചിക്കായിരുന്നു. അതൊന്നും ഇനി ആലോചിക്കണ്ട, ഞാനേ ഒന്ന് നടക്കാൻ പോകുക. ഇന്ദ്രൻ വരുന്നുണ്ടോ? അത് പിന്നെ ഞാൻ വാ, മനസ്സിനെ ശരീരത്തിനും നല്ലതാണ് എന്ന് പറയണം. അങ്ങനെ ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് നടക്കാൻ വേണ്ടി പോവാണ് സേതു കേട്ടോ. ആ ഒരു നടപ്പിൽ തന്നെ ഇന്ദ്രന്റെ മനസ്സ് എത്രത്തോളം മാറിയെന്ന് സേതുവിനെ മനസ്സിലാവാണ്. സേതു ഇന്ദ്രന്റെ തോളത്ത് കൈവിട്ടൊക്കെ ആയിട്ടോ നടക്കുന്നത്. പിന്നീട് ഇന്ദ്രൻ പറയുന്നുണ്ട്, സേതു നീ എന്നോട് ക്ഷമിക്കണം. പല്ലവി ഇപ്പൊ നിന്റെ ഭാര്യയാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ അവളെ മുമ്പ് ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിട്ടായിരിക്കും മറക്കാൻ പറ്റാത്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, പല്ലവിനെ ഞാൻ ചേച്ചിനെ പോലെയാണ് കാണേണ്ടത്. ഋതു എന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞിനെ ചുമക്കുന്നവളാണ്, അവളാണ് എന്റെ ഭാര്യ. ഇപ്പൊ ഞാൻ അവളെ സ്നേഹിച്ചു വരുവാണ്. നീ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്കിനൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ പൊന്നുമടത്തുനിന്ന് പുറത്താക്കിക്കോ. ഞാൻ പുറത്തെവിടെയെങ്കിലും ജോലി എടുത്തിട്ട് ഒരു വീട് നോക്കി അവിടെ നിന്നോളാം. ഇപ്പൊ നീ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യണ്ട. നീ ഇന്നലെ ചെയ്യാൻ പോയതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോ ഇന്ദ്രന് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഇന്ദ്രൻ പറയണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. നാളെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിനെ കാണുമ്പോൾ നിന്റെ സ്വഭാവം ഇനിയും മാറും. ഇപ്പൊ കുഞ്ഞ് വരാൻ പോണ മുമ്പ് നിനക്ക് ഇത്ര മാറ്റമാണെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് എത്രത്തോളം മാറ്റം നിനക്ക് ഉണ്ടാവും. നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കുഞ്ഞായിരിക്കും അത് എന്നൊക്കെ സേതു പറയുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞിനെ വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ ഇന്ദ്രൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.